ഒരു ഭരണാധികാരം മാറി, രാജ്യം മാറി, ജനങ്ങൾ മാറി, വേഷം മാറി, കറൻസി മാറി, എല്ലാം മാറി, നാടൊട്ടാകെ മാറി. പക്ഷെ ആ പരിസരത്ത് നടന്നതൊന്നും ഈ ഔലിയാക്കൾ അറിഞ്ഞില്ല. ഉറങ്ങിയാൽ പോലും അറിയില്ല. എങ്കിൽ പിന്നെ മരിച്ചുപോയ ഔലിയാക്കളെ വിളിച്ചിട്ടാണ് പറയണത്, ഔലിയാക്കന്മാർ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യാണ്, അവരെല്ലാം അറിയും, അവരിവിടെ ലോകത്ത് നടക്കുന്ന എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന് തീർച്ചയായും എതിരായ കാര്യങ്ങളാണ് ആ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മുഴുവനും എന്ന് അൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠം. തുടർന്നുകൊണ്ട് അല്ലാഹു പറയാണ്, വകദാലിക അഅ്സർനാ അലൈഹിം, അപ്രകാരം തന്നെ അഅ്സർനാ അലൈഹിം, അവരെ കുറിച്ച് നാം വിവരം നൽകി. അങ്ങനെ ജനങ്ങൾക്ക് ഇപ്പൊ അവരെ കുറിച്ച് വിവരം കിട്ടി. അങ്ങനെ വിവരം കിട്ടിയത് ഇങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോയതുകൊണ്ട് ഇപ്പൊ വിവരം കിട്ടി. അഅ്സറ അഅ്സർനാ, നാം വിവരമറിയിച്ചു, നാം വിവരമറിയിച്ചു, അലൈഹിം അവരെ കുറിച്ച്, അവരെ കണ്ടെത്തി. ആര്? ജനങ്ങൾ ഇപ്പൊ അവരെ കണ്ടെത്തി. ലിയഅലമു, അതിലൂടെ അവർ ഗ്രഹിക്കാൻ വേണ്ടി. ആ നാട്ടുകാർക്ക് ഇവരുടെ ഈ ഉണർച്ചയും ഇവരെക്കുറിച്ചുള്ള അറിവും കൊണ്ട് എന്ത് വിവരം കിട്ടി? ലിയഅലമു എന്ന് പറഞ്ഞാൽ അവർ അറിയാൻ, ആ നാട്ടുകാര് അറിയാൻ. എന്തറിയാൻ? അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമാണെന്ന്, അള്ളാന്റെ വാഗ്ദത്തം സത്യമാണ് എന്ന് അവരറിയാൻ. കാരണം വിശ്വാസികളായ ജനത എത്രയോ കൊല്ലങ്ങളായി ഈ ഗുഹക്കകത്ത് കയറിയിട്ടും ഒരു പരിക്കും പറ്റാതെ ഏറ്റവും നല്ല നിലക്കിതാ അള്ളാഹു അവരെ ബാക്കിയാക്കിയിരിക്കുന്നു എന്ന് ഈ നാട്ടുകാർ കാണുകയാണ്. എത്ര കാലായി ഇവരിതിൻ്റെ അകത്ത് കയറിക്കൂടിയിട്ട് പടച്ചോനെ, ഇവരൊക്കെ എന്നോ മണ്ണായി ചെതലായി പോണ്ട കാലം അതിക്രമിച്ചില്ലേ, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. കണ്ടില്ലേ, ആ നാട്ടുകാരൊക്കെ കാണുകയാണ് ഈ 6-7 ആൾക്കും ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അള്ളാന്റെ വാഗ്ദത്തം അത് സത്യാണ് എന്ന് ബോധ്യമാവാൻ. മരണാനന്തര ഒരു ജീവിതമുണ്ട്. അപ്പൊ മരണാനന്തര ജീവിതത്തിൽ കുറച്ചൊക്കെ സംശയമുള്ള ആളുകൾ അന്ന് അവിടെ മാർക്കറ്റിലുണ്ട്. എല്ലാവരും ഒന്നും മുഅ്മിനായിട്ടില്ലല്ലോ. കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ പിന്നെ മനുഷ്യന് ഇത്രയൊക്കെ കാലപ്പഴക്കം ചെന്നാൽ ശരീരത്തിൽ നിന്നൊക്കെ വന്നൊക്കെ മണ്ണായി പോവില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ ബോധ്യായി അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാന്റെ കരാറ് അത് സത്യമാണെന്ന് ബോധ്യമാവാൻ. തീർന്നില്ല. വ അന്നസ്സാഅത, തീർച്ചയായും അന്ത്യനാള്, ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിനൊരു അവസാനമുണ്ട്, അവസാനിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാനും അള്ളാഹ്ക്ക് പ്രയാസമല്ല. 300 കൊല്ലത്തിലപ്പുറമായി ഇവരിതിൻ്റെ ഉള്ളിൽ കയറി കിടന്നിട്ട് ഉറങ്ങുന്നു, എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ മരിച്ച് ഇനി എന്തെന്നെ ആയിക്കഴിഞ്ഞാലും വീണ്ടും മനുഷ്യരെ പുനരുത്ഥാന നാളിലേക്ക്, അന്ത്യനാളിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ റബ്ബിന് നിഷ്പ്രയാസം സാധിക്കുമെന്ന് അവർക്ക് ഇതിലൂടെ എന്തായി? ബോധ്യമായി. വകദാലിക അഅ്സർനാ അലൈഹിം ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വ അന്നസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും അംറഹും. പിന്നെ അവർക്കിടയിൽ ഇനിയിപ്പോൾ തർക്കം തുടങ്ങി. ഇവരിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഉറക്കായി പിന്നെ മരണപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ 6-7 ആൾ അതിൻ്റെ അകത്ത് മരിച്ചു കിടക്കുന്നു. ഇനിയിപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്താണ് അടുത്ത നടപടിക്രമങ്ങൾ എന്താണ് എന്ന കാര്യത്തിലായി ഈ വന്ന് കണ്ട നാട്ടുകാർക്കിടയിലുള്ള തർക്കം. അതാണ് ഇത് യതനാസഊന ബൈനഹും. അല്ലാതെ ഗുഹാവാസികൾക്കിടയിലുള്ള തർക്കം. അവരെ കഴിഞ്ഞു, അവർ ഗുഹയിലേക്ക് തന്നെ പ്രവേശിച്ചു, ഉറങ്ങി, അവരെ മൗത്താക്കിയല്ല, അത് കഴിഞ്ഞു. വീണ്ടും അവർ ഒറിജിനൽ മരണത്തിലേക്ക് നീങ്ങി. അങ്ങനെ അവർ ആ ഗുഹയിലുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി അവിടെയുള്ള ചർച്ച, നാട്ടുകാർക്കുള്ള ചർച്ച അതാണ്. അങ്ങനെ ഇത് യതനാസഊന, തനാസഅ, പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. തനാസഅ, പരസ്പരം തർക്കിച്ചു. ഇത് യതനാസഊന, അവർ പരസ്പരം ബൈനഹും, അവർക്കിടയിൽ അവർ തർക്കിക്കുന്ന സന്ദർഭത്തിലെത്തി. അംറഹും, ഇവരുടെ കാര്യം, ഇവരുടെ കാര്യം ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ടത് എന്ന് അവർക്കിടയിൽ തർക്കമായി. അപ്പൊ തർക്കമായപ്പോ ഫഖാലു,
അവർ പറഞ്ഞു, അവരിൽ കുറച്ചാളുകൾ എന്ത് പറഞ്ഞു? ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഫഖാലു ബുനൂ അലൈഹിം ബുന്യാന, ബനായ ബിനി, നിർമ്മിച്ചു, എടുത്തു, ബിനായ ബിൽഡിംഗ്, ബനായ ബിനി ഇബ്നി ഇബ്നു, ഫഖാലു ബുനൂ അലൈഹിം, അവരുടെ മേൽ നിങ്ങൾ നിർമ്മിക്കുക, ബുന്യാനൻ, ഒരു കെട്ടിടം നിർമ്മിക്കാം നമുക്ക്. ഈ ഗുഹാമുഖം അടച്ചിട്ട് ഇപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കെട്ടിടം ഉണ്ടാക്കാം, അവരുടെ സ്മാരകമായിട്ട്, അവരുടെ ഓർമ്മക്കായിട്ട്. നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കാം. അവരിപ്പോൾ ഏതായാലും മരിച്ചില്ല, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ മറമാടേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. എന്തേ വേണ്ടു? ഒരൊറ്റ വാതിലുള്ളൂ, ഗുഹാമുഖമാണ്, അതങ്ങോട്ട് അടക്കുക. അതടച്ചോടുകൂടെ അവിടുത്തെ പ്രശ്നം കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടുള്ളൊരു സ്ഥലമല്ലേ, ഇതിൻ്റെ ഓർമ്മക്കായി ഇവിടെ എന്ത് ചെയ്യാം? ഒരു ബിൽഡിങ് നിർമ്മിക്കാം. ഇതാണ് ഒരു കൂട്ടർ പറഞ്ഞത്. ഫഖാലു ബുനൂ അലൈഹിം ബുന്യാന, ബുന്യാൻ എന്ന് പറഞ്ഞ കെട്ടിടം. ഖാലു ബുനൂ അലൈഹിം ബുന്യാന. പിന്നെയോ റബ്ബുഹും അഅലമു ബിഹിം, അവരുടെ കാര്യം അള്ളാഹുവിനാണല്ലോ ഏറ്റവും അറിയുക. റബ്ബുഹും, അവരുടെ രക്ഷിതാവ്, അഅലമു ബിഹിം, അവരെക്കുറിച്ച് നന്നായി അറിവുള്ളവനാണ്. അവരുടെ കാര്യം ഇനി നമ്മൾ നോക്കേണ്ടതില്ല, അവരുടെ കാര്യം റബ്ബിന് നന്നായിട്ട് അറിയാം. അത് നമുക്ക് നമ്മുടെ റബ്ബിന് വിട്ടു കൊടുക്കാം. അതിനി നമ്മൾ ചർച്ച ചെയ്യണ്ട. നമ്മളിനി എന്ത് ചെയ്യണം, ഇവിടെ എന്താ ഇനി വേണ്ടത് എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ ഇങ്ങനൊരു കൂട്ടർ അഭിപ്രായം പറഞ്ഞപ്പോൾ വേറൊരു കൂട്ടർ പറഞ്ഞു, വെറും കെട്ടിടം പോരാ, വെറും കെട്ടിടം പോരാ. ഖാലല്ലദീന, ഒരു കൂട്ടർ പറഞ്ഞു, ഖാല പറഞ്ഞു, അല്ലദീന, ഒരു കൂട്ടർ. അവരാരാണ്? ഗലബൂ, അതിജയിച്ചവർ, അലാ അംരിഹിം, അവരുടെ കാര്യത്തിൽ അതിജയിച്ചവർ, കുറച്ച് ഭരണസ്വാധീനവും അതുപോലെ തന്നെ കുറച്ച് സമ്പന്നതയും ഒക്കെയുള്ള ആളുകൾ പറഞ്ഞു. അവരിൽ കാഫറുകളുണ്ട്, മുഅ്മിനുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, ലനത്തഖിദന്ന, തീർച്ചയായും നമുക്ക് എടുക്കുക തന്നെ വേണം. ഇത്തഖദ യത്തഖിദു, നത്തഖിദു, നാം എടുക്കുക. ലനത്തഖിദന്ന, നമുക്ക് എടുക്കുക തന്നെ വേണം. അലൈഹിം, അവരുടെ അടുക്കൽ, മസ്ജിദൻ, ഒരു പള്ളി എടുക്കാം. ആളുകൾക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരു പള്ളി എടുക്കാം ഇതിൻ്റെ അടുക്കൽ എന്ന് വേറൊരു കൂട്ടര്, കാര്യത്തിൽ അതിജയിച്ച ആളുകൾ പറഞ്ഞു. ഖാല അല്ലദീന ഗലബൂ അലാ അംരിഹി എന്നേ അല്ലാഹു പറഞ്ഞോളൂ. തങ്ങളുടെ കാര്യത്തിൽ കയ്യൂക്കുള്ള, അധികാരമുള്ള അവരുടെ വാക്കെന്താണ്? അവിടെ പള്ളി ഉണ്ടാക്കണം എന്നാണ്. ആരായിരുന്നു ഈ ഗലബൂ അലാ അംരിഹിം? ഈ കയ്യൂക്കുള്ളവർ എന്ന് പറഞ്ഞത് ആരാണ്? മുഫസ്സിരീങ്ങളിൽ പല അഭിപ്രായക്കാരുണ്ട്. ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് രണ്ട് അഭിപ്രായം അദ്ദേഹം തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന്, അന്നഹുമുൽ മുസ്ലിമൂന മിൻഹും, ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളാണത് പറഞ്ഞത്. കാരണം പള്ളി എന്നാണല്ലോ പറയുന്നത്, അപ്പം അതുകൊണ്ട് ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വസ്സാനി, രണ്ടാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായം എന്താണ്? അത് മുസ്ലിമീങ്ങളല്ല പറഞ്ഞത്, അഹ്ലു ശിർക്ക് മിൻഹും, അവരിലെ മുശ്രിക്കുകളാണ് ആ പറഞ്ഞത്. അതിനെയാണ് പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താണ്? ഖബറിന്റെ സമീപത്ത് പള്ളി ഉണ്ടാക്കല് മുസ്ലിമീങ്ങളെ പരിപാടിയല്ല, അത് ശിർക്കന്മാരുടെ പരിപാടിയാണ്. കാരണം അന്നത്തെ ശിർക്കന്മാർ എന്ന് പറഞ്ഞ ആരാണ്? യഹൂദി നസ്രാനി അല്ലേ അവിടെയുള്ള ആളുകൾ. അപ്പൊ അവരാണ്, അവരിലുള്ള ആളുകൾ മുശ്രിക്കുകളായ ആളുകൾ. അവർക്കായിരുന്നു പരിപാടി എന്ത്? ഇദാ മാത ഫീഹിം റജുലുൻ സാലിഹുൻ ബനൗ അലാ ഖബരിഹി മസ്ജിദാ, അവരിലെ ഒരു പുണ്യാളനോ ഒരു നബിയോ ഒക്കെ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദാ, ആ മസ്ജിദിന്റെ അടുക്കൽ അവരെന്ത് ചെയ്യും? ഒരു പള്ളി ഉണ്ടാക്കും. അങ്ങനെ അതിനോട് ചുറ്റിപ്പറ്റി അത് ആരാധനാ കേന്ദ്രമാക്കി മാറ്റും ആ ശവകുടീരം. അല്ലെങ്കിൽ അതുപോലെ തന്നെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ ഖബറുകളെ
ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന രീതി ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? യഹൂദിക്കും നസറാണിക്കും. അതുകൊണ്ട് ആ അഭിപ്രായമാണ് പ്രബലം എന്നാണ്. ഇനി ഇത് മുസ്ലിമീങ്ങളാണെന്ന് വന്നാലോ? മുസ്ലിമീങ്ങളാണെന്ന് വന്നാൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താണ്? അത് അവരുടെ അന്നത്തെ ഒരു ആചാരമാണ്. അവരതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ തന്നെയും അതിൽ നമുക്ക് തെളിവില്ല. കാരണം ശറഉ മൻ ഖബ്ലനാ എന്നൊരു തത്വമുണ്ട്. ശറഉ മൻ ഖബ്ലനാ, നമുക്ക് മുമ്പുള്ള സമുദായങ്ങളുടെ ശരീഅത്ത് നമുക്ക് ബാധകമാണോ? പഠിച്ചു നോക്കേണ്ട ഒരു മസലയാണ്. നമുക്ക് മുമ്പുള്ള സമുദായങ്ങളുടെ അന്നത്തെ അവരുടെ ശരീഅത്തിന്റെ നിയമം നമുക്ക് ബാധകമാണോ? അതൊരു ചർച്ച ഉണ്ട് പണ്ഡിത ലോകത്ത്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ശരീഅത്തിനോട് യോജിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ബാധകമല്ല, അവർക്ക് അനുവദനീയമാണെങ്കിലും. അങ്ങനെ അവരുടെ ശരീഅത്തിൽ അവർക്ക് അനുവദനീയമായിരുന്നുവെങ്കിലും ആ നിയമം നമ്മുടെ ശരീഅത്തിൽ വിരോധിക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് ആ നിയമം എന്തല്ല, പിന്തുടരാൻ പാടില്ല. അവരുടെ ഒരു നിയമമായിരുന്നു, നമുക്കും ആ നിയമം വിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ലെങ്കിൽ ആ ശരീഅത്ത് നമുക്കും എന്ത് ചെയ്യാം, പിന്തുടരാം. ഇതാണ് സർവാംഗീകൃത തത്വം. ഇതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തു പറഞ്ഞു? ഈ അഭിപ്രായം പറഞ്ഞവർ മുസ്ലിമീങ്ങളായിരുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? എന്നാലും ഇത് ഖബറിന്റെ അടുക്കൽ ബിൽഡിംഗ് ഉണ്ടാക്കാനും കെട്ടിടം ഉണ്ടാക്കാനും തെളിവല്ല. കാരണം അവരുടെ നിയമം നമുക്ക് എന്തല്ല പാടില്ല, അവരുടെ നിയമം നമുക്ക് പിന്തുടരാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അതിശക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? വിരോധിച്ചിട്ടുണ്ട്.